Hello everyone, welcome to another session of Hindu newspaper analysis. So welcome to Civil 360 IAS Academies ന്യൂസ്പേപ്പർ അനാലിസിസ്. സോ എങ്ങനെയുണ്ട്? നമ്മൾ ഇന്നത്തെ ന്യൂസൊക്കെ കുറെ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? അപ്പൊ ഇന്ന് നമുക്കൊരു കുറച്ചധികം ന്യൂസുകളായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് സമയം കളയാണ്ട് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ കമ്പാനിയൻ പ്രോഗ്രാമിനെ പറ്റി നമുക്ക് പറയാം. സോ പ്രിലിംസ് കം മെയിൻസ് കമ്പാനിയൻ, നിങ്ങളുടെ സുഹൃത്ത്, പ്രിലിംസ് നിങ്ങളെ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സുഹൃത്തായിട്ട് കൂടെ നിൽക്കാം. നിങ്ങൾക്ക് ഫുൾ ടൈം മെന്റർഷിപ്പ്, 1-to-1 മെന്റർഷിപ്പും നിങ്ങളുടെ ആൻസർ റൈറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇന്നലെ പറഞ്ഞതുപോലെ. സോ വി ഹാവ് ദിസ് പ്രോഗ്രാം. സോ ജോയിൻ us. സോ ലെറ്റ്സ് സീ. ഇന്നത്തെ ഹെഡ്ലൈൻസ് നമുക്കൊന്ന് നോക്കാം. അതെ, RS panel flags gaps in state disaster management framework. ഇത് രാജ്യസഭയുടെ കുറച്ച് കാര്യങ്ങളാണ്. പോളിറ്റി പ്ലസ് നമുക്ക് നോക്കാം. ദെൻ അത് നമ്മുടെ കേരളത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കാര്യങ്ങളാണ്. നമ്മുടെ കേരളം കുറച്ച് നമ്മൾ ഇന്നലെ പഠിച്ച ലാൻഡ് സ്ലൈഡ്സിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന് ബന്ധപ്പെട്ടൊരു കാര്യം നമ്മളിലേക്ക് നോക്കാം. ട്രിബ്യൂണൽസ് റിഫോംസ് ബിൽ പാസ്ഡ് അമിഡ് ദിൻ ഇൻ ലോക്സഭ. ലോക്സഭ പുതിയൊരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ട്രിബ്യൂണൽ റിഫോംസ് ബില്ലാണ്. നമുക്ക് വിശദമായി പരിശോധിക്കാം. Then Supreme Court proposes special courts for violence cases in Manipur. മണിപ്പൂരിലെ വയലൻസ് കേസസ്, നമുക്ക് റീസെന്റ് നമുക്ക് നടന്ന കുറെ പ്രശ്നങ്ങൾ അറിയാം അല്ലെ? കുറെ എത്നിക് വയലൻസ് ആയിരുന്നു. അപ്പൊ ആ എത്നിക് വയലൻസിന്റെ ഒരു വംശീയമായിട്ടുള്ള അവിടുത്തെ ആൾക്കാരുടെ ഒരു വംശജ ഇതിലുള്ളൊരു വയലൻസ് ആണ്. അപ്പൊ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന ഒരു കേസ് ആയിരുന്നു അല്ലെ, മണിപ്പൂർ കേസ്. അപ്പൊ ആ മണിപ്പൂർ കേസിന്റെ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. Then അഗസ്ത്യമല എവിക്ഷൻ ഓർഡർ സ്റ്റിൽ സൈലൻസ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്. അഗസ്ത്യമലയുടെ എവിക്ഷൻ ആണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ്. അതിൽ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് നോക്കണം, പരിശോധിക്കണം. പിന്നെ അവസാനമായി എന്താണ് UPI ആൻഡ് ദ കോസ്റ്റ് ഓഫ് പോളിസി റിവേഴ്സൽ. ഇപ്പൊ റീസെന്റ് UPI അല്ലെ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ടാക്സ് വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ള തർക്കങ്ങൾ നടക്കുന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. നമുക്ക് ഓരോന്നിട്ട് നോക്കാം. രാജ്യസഭ പാനൽ ഫ്ലാഗ്സ് ഗ്യാപ്സ് ഇൻ സ്റ്റേറ്റ്സ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ആണ്. സോ രാജ്യസഭ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഏതാണ് ഓൺ ഹോം അഫയേഴ്സ് has flagged gaps in Kerala's disaster management system despite the state's high vulnerability to floods, landslides and other extreme events. നമ്മുടെ രാജ്യസഭ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം കുറച്ച് പ്രശ്നത്തിലാണ്. ബിക്കോസ് നമ്മുടെ സ്റ്റേറ്റ് ഫ്ലഡിലും ലാൻഡ് സ്ലൈഡ്സിലും ഭയങ്കരമായിട്ട് വൾണറബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. കേരളാസ് വൾണറബിലിറ്റി, റെക്കറന്റ് എക്സ്ട്രീം ഫോൾ, തുടർച്ചയായിട്ടുള്ള നമ്മളെ എക്സ്ട്രീം റെയിൻഫോൾ, ഫ്ലഡ്സ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് മേക്ക് കേരള ഹൈലി ഡിസാസ്റ്റർ പ്രോൺ. ഇങ്ങനത്തെ ഉള്ള തുടർച്ചയായിട്ടുള്ള കനത്തമായ മഴ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഇതൊക്കെ എന്താണ് ശരിക്കും നമ്മുടെ കേരളത്തെ ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയ, എപ്പോഴും ഡിസാസ്റ്റർ വരുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ. ലാസ്റ്റ് മൈൽ ഗ്യാപ്പ്, early warning systems do not always reach vulnerable communities effectively. That is the main thing അല്ലെ? അതായത് ഏർലി വാർണിംഗ് സിസ്റ്റം പറയുന്നത് അത് കൃത്യമായിട്ട് എത്തുന്നില്ല കമ്മ്യൂണിറ്റീസിൽ. Then technological limitations, gaps remain in hyper local weather prediction. കാരണം എന്ന് വെച്ചാല് ഈ ഒരു രീതിയിൽ ഫോർ എക്സാമ്പിൾ ലൈക്ക് ടെക്നോളജിലി ലിമിറ്റേഷൻ വരുമ്പോഴത്തേക്ക് ഹൈപ്പർ ലോക്കൽ, കാരണം ഭയങ്കരമായിട്ട് എന്തൊക്കെയാണ് ശരിക്കും എക്സ്ട്രീം കണ്ടീഷൻസ് എന്ത് വരും എന്നൊക്കെ ശരിക്കും സാധാരണ ജനങ്ങളിലേക്ക് വെതർ കണ്ടീഷൻസ് എത്തുന്നില്ല. ചിലപ്പോൾ അത് ലിമിറ്റേഷൻസ് ഉണ്ട്. ലാൻഡ് സ്ലൈഡ് വാർണിംഗ്, അത് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് വാർണിംഗ് കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഉരുൾപൊട്ടൽ സംഭവിച്ചേക്കാം. പിന്നെ ഫ്ലഡ് ഫോർകാസ്റ്റിംഗ്, റിയൽ ടൈം ഡിസാസ്റ്റർ മോഡലിംഗ്, ഒരു പ്രശ്നം സംഭവിക്കാൻ പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു അവയർനെസ്
അല്ലെങ്കിൽ ഒരു വാർണിംഗ് എത്താനൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. Then, environmental degradation, encroachment and unplanned development in ecologically sensitive areas continue to increase disaster risk. ഇവിടെ സംഭവിക്കുന്നത് കാരണം നമ്മള് ഒരു സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു വെസ്റ്റേൺ ഗാർഡ്സിലെ ഒരു സ്ഥലത്ത് ഇവിടെ ചിലപ്പോ ഭയങ്കര സെൻസിറ്റീവ് ഏരിയാസ് ആയിരിക്കാം, ഈ നമ്മുടെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ കെട്ടിപ്പൊക്കുമ്പോ അത് ഒരു എക്കോളജിക്കൽ എൻക്രോച്ച്മെന്റ് ആണ് അല്ലേ. അവിടെ നമ്മൾ ബിൽഡിംഗ് വരുമ്പോഴത്തേക്ക് അവിടെ ആക്ച്വലി ആ ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല. അവിടെ ബിൽഡിങ്സ് വരുന്നു, അതുകൊണ്ടുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ഡിസാസ്റ്റർ സംഭവിക്കും അത് ചിലപ്പോൾ അവിടെ വരുന്നില്ല. അത് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. ദെൻ coastal vulnerability, about 14.5% of Kerala is flood prone. വെള്ളപ്പൊക്കത്തിന് വരുന്ന സാഹചര്യം കൂടുതലാണ്. 14.4% is landslide prone and more than half of its coastline is vulnerable to coastal hurricane. അതായത് ഏകദേശം 14.5% നമുക്ക് വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ട്, 14.4% ഉരുൾപൊട്ടൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ് അതിൽ പകുതി കൂടുതൽ എന്താണ് കോസ്റ്റ് ലൈൻ വൾണറബിളും ആണ്. നമുക്ക് സുനാമി പോലുള്ള കാര്യങ്ങളൊക്കെ വരാനും ഇതുണ്ട്. അപ്പൊ നമുക്ക് ആക്ച്വലി ഇൻ ടോട്ടൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഡിസാസ്റ്റേഴ്സിന് വളരെയധികം ചാൻസസ് കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. So, decentralized disaster management. The committee emphasized stronger involvement of district disaster management authorities and local self-government. Disaster management ഒരു കമ്മിറ്റിയിൽ അവരുടെ കൃത്യമായ ഇടപെടൽ വേണം എന്ന് പറയുന്നുണ്ട്. And existing systems that Kerala has advanced systems. Kerala warning ഉണ്ട്, Kavach, crisis and hazard. Kerala warning crisis and hazard management system ഉണ്ട്, മൾട്ടി ഹസാർഡ് അലേർട്ട് സിസ്റ്റം ഉണ്ട്, GI ബേസ്ഡ് മാപ്പിംഗ് ഉണ്ട്, റിയൽ ടൈം ഫ്ലഡ് ലാൻഡ്സ്ലൈഡ് മോഡലിംഗ് ഉണ്ട്. പക്ഷെ എന്നാലും ഉണ്ടെങ്കിലും അതിനൊരു എന്താ പറയാ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പക്ഷെ അതൊക്കെ മോണിറ്റർ ചെയ്യണം, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കുറച്ചും കൂടി ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ദെൻ കീ റെക്കമെൻഡേഷൻ എന്താണ്? സ്ട്രെങ്തൻ റിസ്ക് ഇൻഫോം ഡെവലപ്മെന്റ്, ടെക്നോളജിക്കൽ കപ്പാസിറ്റി, ഫോർകാസ്റ്റിംഗ്. നേരത്തെ കൂട്ടി അറിയാൻ പറ്റണം അല്ലെ നമുക്ക്. സോ ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി അവയർനെസ് എല്ലാം കേരളത്തിന് വേണം. ഇതൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പെർസ്പെക്ടീവിൽ വരുന്ന ഒരു വാർത്തയാണ്. ചലഞ്ചസ് എന്താണ്? വാർണിംഗ് റെസ്പോൺസ് ഗ്യാപ്പ് അറ്റ് ദ ലാസ്റ്റ് മൈൽ. വാർണിംഗ് എന്താണ്? വാർണിംഗ് റെസ്പോൺസ് ഗ്യാപ്പ് എന്താണ്? അത് വളരെ ഒരു ചലഞ്ച്. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിന് ചിലപ്പം ഒരു അരമണിക്കൂർ മുന്നേ ഒരു വാർണിംഗ് കിട്ടാവുക, കാരണം അത്രയും ഒരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. Then lack of sufficiently hyper local forecasting. ലോക്കൽ ഫോർകാസ്റ്റിംഗിന്റെ ഒരു ഇതും അവിടെ സഫീഷ്യന്റ്ലി അങ്ങനെ അതിന് ഇഫക്റ്റീവ്നെസ് ഭയങ്കര കുറവാണ്. Then unplanned construction, development ecologically sensitive. എക്കോളജി എന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ തൊടാൻ പാടില്ലാത്ത ഏരിയ, പക്ഷെ അവിടേക്ക് കൊണ്ട് വലിയ ബിൽഡിംഗ് ഒക്കെ വെക്കുമ്പോൾ ആ പ്രദേശത്തിന് തന്നെ ജോഗ്രഫിക്കൽ സ്ട്രക്ചറിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. ലിമിറ്റഡ് ഇന്റഗ്രേഷൻ ഓഫ് സയന്റിഫിക് ഫോർകാസ്റ്റ് വിത്ത് ലോക്കൽ ലെവൽ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ സയന്റിഫിക്, അതായത് നമുക്ക് കുറച്ചും കൂടെ ആധുനികപരമായിട്ടും എന്താണ് ശാസ്ത്രീയപരമായിട്ടും ഉള്ള കാലാവസ്ഥ നിരീക്ഷണ സംഭവങ്ങളെല്ലാം ഭയങ്കര ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് അത്ര അഡ്വാൻസ്ഡ് ആകുന്നില്ല. ഗ്രോയിങ് ഫ്രീക്വൻസി ഇന്റൻസിറ്റി ഓഫ് എക്സ്ട്രീം വെതർ കണ്ടീഷൻസിന്റെ എക്സ്ട്രീം വെതർ ഈവന്റ്സിന്റെ ഫ്രീക്വൻസി എന്താണ്? വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. Then what are the way forward? നമ്മൾ നേരത്തെ പറഞ്ഞ ചലഞ്ചസ് എല്ലാം ഇതിന്റെ സൊല്യൂഷൻ ആണ് വേ ഫോർവേഡ് എന്ന് പറയുന്നത്. ഡെവലപ്പ് ഹൈപ്പർ ലോക്കൽ ഇമ്പാക്ട് ബേസ്ഡ് വെതർ ഫോർകാസ്റ്റിംഗ്, strengthen early warning dissemination to the last mile. Like last mile എന്നല്ലേ, ലാസ്റ്റ് മൈൽ. ഡെവലപ്പ് നമ്മൾ ഹൈപ്പർ ലോക്കൽ ഇമ്പാക്ട് ബേസ്ഡ് വെതർ ഫോർകാസ്റ്റിംഗ് വേണം. കാരണം നമുക്കൊരു പ്രശ്നം, ഒരു ഡിസാസ്റ്റർ വരുന്നതിന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അത് പെട്ടെന്ന് ജനങ്ങൾക്ക് എത്തിക്കാനും പറ്റണം. ഏർലി വാർണിംഗ് ഡിസെമിനേഷൻ അത്യാവശ്യമാണ്. GIS, റിമോട്ട് സെൻസിങ്, AI, റിയൽ ടൈം മോഡലിംഗ് ഒക്കെ വേണം. ദെൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റീസിന്റെ എംപവർമെന്റ് അവരെന്താണ് ഉയർത്തണം. ദെൻ എൻഫോഴ്സ് സയന്റിഫിക് ലാൻഡ് യൂസ്. നമ്മളൊരു ബിൽഡിംഗ് വെക്കുമ്പോൾ
ആ പ്രകൃതിയെ എന്തെങ്കിലും രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷൻ അവിടെ കൊണ്ടുവരണം. Then strengthen community-based disaster preparedness for the principle of build back better and risk-informed development. കാരണം നമ്മളൊരു കാര്യം ബിൽഡ് ചെയ്യുമ്പോൾ പറയാണ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ മൂന്നാറിലൊക്കെ എന്തോരം കെട്ടിടങ്ങളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, റിസോർട്ട്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഭൂമിക്ക് അത്രയും ഇറ്റ്സ് ലൈക്ക് അതിന്റെ ടോൾ അത്രയും വലിപ്പം കൂടുമ്പോൾ ഭൂമിയിലേക്ക് ഉണ്ടാവുന്ന ഡ്രില്ലിങ്ങും ഭയങ്കര കൂടുതലായിരിക്കും, ആഴത്തിലായിരിക്കും. അപ്പൊ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആകുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞൊക്കെ നമ്മളൊരു ബിൽഡിംഗ് ഫോർ എക്സാമ്പിൾ കണ്ടിട്ടില്ലേ, നമ്മൾ കയറ്റത്തിലൊക്കെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് ആകുമ്പോൾ മൊത്തത്തിലങ്ങ് പോരും. അപ്പൊ അതിനൊക്കെ നമ്മൾ പ്രിക്കോഷൻസ് കൊണ്ടുവരണം, അതാണ് മെയിൻലി പറയുന്നത്. യാ ദാറ്റ്സ് ഇറ്റ്. അടുത്ത ന്യൂസ് നമുക്ക് നോക്കാം. ട്രിബ്യൂണൽ റിഫോംസ് ബിൽ. The Lok Sabha passed a bill to establish what National Tribunal Commission to oversee appointments and service condition. എന്താണ് ട്രിബ്യൂണൽ എന്ന് വെച്ചാൽ താൽക്കാലിക കോടതി അല്ലേ. സോ നാഷണൽ ട്രിബ്യൂണൽ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവരുടെ അപ്പോയിന്റ്മെന്റും സർവീസ് കണ്ടീഷൻസും നോക്കണം ട്രിബ്യൂണൽ മെമ്പേഴ്സിന്റെ എന്നുള്ളത് ഒരു ബില്ല് പാസ്സാക്കി ലോക്സഭ. നാഷണൽ ട്രിബ്യൂണൽ കമ്മീഷൻ എന്താണ്? Proposed as an institutional mechanism for appointments and administration of national tribunals. അവരുടെ അപ്പോയിന്റ്മെന്റ്സ്, അവരെ ആ സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്യുന്നതും പിന്നെ ആ അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. Intended to bring uniformity, transparency and efficiency in selection. Selection എന്താ കൊണ്ടുവരണം? Uniformity, transparency and efficiency. Proposed composition 4 members, 2 judicials and 2 technical members. Like 4 മെമ്പേഴ്സിനകത്ത് -2 judicial plus minus അല്ല കേട്ടോ, I mean 4 members, 2 judicial, 2 technical ആയിരിക്കണം എന്ന് പറയുന്നത്. A retired Supreme Court judge or retired Chief Justice of a High Court would be eligible to the head of the commission. ഇത് പഠിച്ചു വെക്കാം, പൊളിറ്റി പെർസ്പെക്റ്റീവ് ആണ്, കോമ്പോസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. A retired Supreme Court judge or retired CJ of High Court would be eligible to head of the commission. Then functions of National Tribunal Commission. Appointment of tribunal members, selection and service conditions. കാരണം അവരുടെ സെലക്ഷൻ, അവരുടെ കണ്ടീഷൻസ് എടുക്കുമ്പോൾ അവരുടെ സെലക്ഷൻസ് ഒക്കെ നമ്മൾ നോക്കണം, കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ടെന്യൂർ എത്ര നാളാണ്, കാലാവധി, റെസിഗ്നേഷൻ, പിന്നെ റിമൂവൽ, അതർ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. ട്രിബ്യൂണൽ റിഫോംസ് ആക്ട് 2021 എന്താ പറയുന്നത്? The proposed legislation seeks to repeal or replace provisions of the 2021 Act. ഈ ആക്ടിന്റെ ഈ പ്രപ്പോസൽ ലൈക്ക് നമുക്ക് ഇതെല്ലാം റിപ്പീൽ ചെയ്ത് കുറച്ച് അപ്പോയിന്റ്മെന്റും അതിന്റെ അഡ്മിനിസ്ട്രേഷൻസും കാര്യങ്ങളും, കാരണം ട്രിബ്യൂണൽ മെമ്പേഴ്സിൽ കുറച്ചും കൂടി അപ്പോയിന്റ്മെന്റ്സ് കൃത്യമാക്കണം എന്ന രീതിയിലാണ് വരേണ്ടത്. കാരണം നമുക്ക് തോന്നുന്ന പോലെ ആരെങ്കിലും പിടിച്ചാക്കാൻ പറ്റുമോ? ഇല്ല, അവർക്ക് അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ വേണം, അവരുടെ സെലക്ഷൻ പ്രോസസ്സ് വളരെ ക്ലീൻ ആയിരിക്കണം എന്നാ പറയുന്നത്. Why is it significant? Judicial independence attempts to create a more institutionalized mechanism for tribunal appointments. അതായത് നമ്മുടെ ഈ ജുഡീഷ്യൽ എന്താണ് ഇതിന്റെ ഒരു നല്ല രീതിയിൽ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു കുറച്ചും കൂടി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മെക്കാനിസം കൊണ്ടുവരണം. കാരണം ഒരു കേസ് ഇത് താൽക്കാലിക കോടതിയാണല്ലോ ട്രിബ്യൂണൽ എന്ന് പറയുമ്പോൾ, ആ സമയത്ത് നമുക്കൊരു ജുഡീഷ്യൽ, കാരണം ജുഡീഷ്യറി ആയിട്ട് ശരിക്കും കോടതി നല്ലത് ട്രിബ്യൂണലിൽ വ്യത്യസ്തമായി നിൽക്കുമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ കേസ് വാദിക്കാൻ അവർക്ക് അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താനും പറ്റണം, നല്ല രീതിയിൽ വെർഡിക്റ്റ് കൊടുക്കാനും പറ്റണം. ട്രാൻസ്പെറൻസി റെഡ്യൂസസ് സ്കോപ്പ് ഫോർ ആർബിട്രറി, തോന്നുന്ന പോലെ. ആർബിട്രറി എന്താണ്? ഒരു പ്രത്യേക കാരണമില്ലാണ്ട് തോന്നുന്ന രീതിയിൽ നമ്മൾ എന്താണ് ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് സെലക്ഷൻ, തോന്നുന്ന പോലെയോ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി, സെൻട്രലൈസ്ഡ് ഓവർസൈറ്റ് മേ ഇംപ്രൂവ് ഫങ്ഷനിങ് ഓഫ് മൾട്ടിപ്പിൾ ട്രിബ്യൂണൽസ്. അല്ലെ, കാരണം നമുക്ക് സെന്റർ ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി എല്ലാവർക്കും മോണിറ്റർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വി ക്യാൻ യൂസ് ഫങ്ഷനിങ് ഓഫ് മൾട്ടിപ്പിൾ, പല രീതിയിലുള്ള ട്രിബ്യൂണൽസ് എന്ത് ചെയ്യണം, നമുക്ക് അവരെ
വർക്കിംഗ് നോക്കാൻ പറ്റും. Then separation of powers. Tribunal appointments are sensitive because tribunals perform quasi judicial function. എന്താണ് ക്വാസി എന്ന് പറഞ്ഞാൽ? ക്വാസി മീൻസ് ഹാഫ്, പകുതി, സെമി എന്നൊക്കെ പറയാം. ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. കാരണം അവര് ഒരു പകുതി, ഒരു കോടതി ആണെങ്കിലും നമുക്ക് രണ്ട് രീതിയിലുണ്ടല്ലേ. നമുക്ക് സാധാരണ ട്രിബ്യൂണൽ ഉണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്. ഇലക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്ന ട്രിബ്യൂണലിലാണ് ഇലക്ഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഒരു ക്വാസി സെമി ജുഡീഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഇതിനെ നോക്കേണ്ടതായിട്ടുണ്ട്. പവേഴ്സ് സെപ്പറേറ്റ് ചെയ്യണം. So the bill comes in the context of repeated Supreme Court interventions are regarding tribunal appointments independenceും. സുപ്രീം കോർട്ട് എന്തുകൊണ്ട് ഇത് കൊണ്ടുവന്ന് പറഞ്ഞാല് ട്രിബ്യൂണൽസിനെ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആക്കണം, കോർട്ടിനകത്ത് ആയി പോരുത്, അവരുടെ ഡിസിഷൻസ് ഒക്കെ ബൗണ്ടഡ് ആക്കണം. ദെൻ അഡിക്വേറ്റ് ടെന്യൂറും സെക്യൂരിറ്റി സർവീസും വേണം, ട്രാൻസ്പെറന്റ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് വേണം, പ്രൊട്ടക്ഷൻ ഫ്രം എക്സസീവ് എക്സിക്യൂട്ടീവ് ഇൻഫ്ലുവൻസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം സുപ്രീം കോർട്ടിന്റെ സ്പെഷ്യൽ കോർട്ട്. മണിപ്പൂർ കേസിന്റെ സുപ്രീം കോർട്ട് ആക്ച്വലി എന്ത് ചെയ്തു, സ്പെഷ്യൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് മണിപ്പൂർ കേസ് നോക്കാൻ വേണ്ടിയിട്ട്. ദീസ് കോർട്ട്സ് വുഡ് ഡീൽ വിത്ത് കേസസ് ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ CBI ആൻഡ് NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഡേ ടു ഡേ ബേസിസ്. അവരായിരിക്കും നോക്കുക സ്പെഷ്യൽ കോർട്ട്സ്. സോ സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നു ഗുവാഹട്ടി ഹൈക്കോർട്ട് ടു constitute special courts for Manipur related CBI NIA case. നമ്മുടെ മണിപ്പൂരിൽ കുറെ പ്രശ്നം ഉണ്ടായിരുന്നില്ല, എത്നിക് കേസസ്, അതിനൊരു സ്പെഷ്യൽ കോടതി കൊണ്ടുവന്നു. CBIയുടെ 31 കേസസ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. 27 കേസസിന്റെ ചാർജ് ഷീറ്റ് ഉണ്ട്, 22 ചാർജ് ഷീറ്റ് ഉണ്ട്, 4 കേസസ്. വിറ്റ്നസ് 904 വിറ്റ്നസും 891 ഇനിയും അവർ എക്സാമിൻ ചെയ്യാനുണ്ട്. ആക്ച്വലി സ്പീഡി ട്രയലിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്, ഈ ഒരു സ്പെഷ്യൽ കോടതി കൊണ്ടുവന്നത്. സോ വൈ സ്പെഷ്യൽ കോർട്ട്, എന്താണിത്? ലാർജ് നമ്പർ ഓഫ് പെൻഡിങ് കേസസ് ലൈക് പെൻഡിങ് വിറ്റ്നസസ് ആൻഡ് കേസസ്, റിസ്ക് ഓഫ് പ്രൊലോങ്ഡ് ട്രയൽസ്. കാരണം സ്പെഷ്യൽ കോർട്ട് ഇല്ലെങ്കിൽ ഒരുപാട് വിറ്റ്നസ് ഉണ്ട്, കേസസ് ഇങ്ങനെ നീണ്ടു കിടക്കും, അതിനൊരു വിധി ഉണ്ടാവില്ല. സോ എത്നിക് വയലൻസ് ഇൻവോൾവ് സീരിയസ് ഒഫൻസസ് ഇൻക്ലൂഡിംഗ് സെക്ഷൽ വയലൻസ് ആൻഡ് ഗാങ് റേപ്പ്. സോ ഡെഡിക്കേറ്റഡ് കോർട്ട്സ് എൻഷുർ ഫാസ്റ്റർ ഡിസ്പോസൽ ഓഫ് കേസ്. എത്രയും പെട്ടെന്ന് വിധി കൊണ്ടുവരിക, ഇങ്ങനെ നീട്ടിക്കൊണ്ടുവരിക. 2023 ഇത് ഈ മണിപ്പൂർ കേസ്. കണ്ടിന്യൂസ് ഡേ ടു ഡേ, എല്ലാ ദിവസവും ഹിയറിംഗ് വെക്കുക, ബെറ്റർ കോർഡിനേഷൻ കൊണ്ടുപോവുക ഇൻവെസ്റ്റിഗേഷൻ പ്രോസിക്യൂഷനും തമ്മിൽ. സോ വിക്ടിംസിന് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ജസ്റ്റിസ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നീണ്ടു പോകും, നമ്മൾ വയസ്സായാലും നമ്മുടെ കേസ് തീരില്ലാത്ത അവസ്ഥയാവും. സിഗ്നിഫിക്കൻസ് ഫോർ ഗവർണൻസ്. Strengthens the principle of what? Rule of law. നിയമവാഴ്ച. എന്താണ് നിയമവാഴ്ച? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, നിയമമാണ് ഏറ്റവും വലുത്, ആരും നിയമത്തിന് മുകളിലല്ല. സോ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യുക ക്രൈംസിന്റെ അടുത്ത്. കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടണം. They have to be responsible. വിക്ടിം സെൻട്രിക് ജസ്റ്റിസ്. കാരണം വിക്ടിമിന്, കാരണം ഇതിൽ ബാധിക്കപ്പെട്ട ആൾക്കാർക്ക് എന്താണ് നീതി കിട്ടുന്ന അനുസരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ കോർട്ട്സ്. ചലഞ്ചസ് എന്തായിരിക്കും? നമ്പർ ഓഫ് വിറ്റ്നസ് കൂടുന്നതനുസരിച്ച് ഡിലേയും വരാൻ ചാൻസ് ഉണ്ടാകാം. വിറ്റ്നസ് പ്രൊട്ടക്ഷനും വിക്ടിം റീഹാബിലിറ്റേഷനും വേണം. ആൻഡ് എൻഷുർസ് ഫെയർ ട്രയൽ ആൻഡ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്. കോർഡിനേഷൻ കൊണ്ടുവരിക, CBI, NIA, പോലീസ്. കാരണം കോർഡിനേഷൻ ഇല്ലെങ്കിൽ കേസ് എങ്ങനെയാണ്, ബുദ്ധിമുട്ടായിരിക്കാം അല്ലേ? അതെ. ബാലൻസിങ് സ്പീഡി ജസ്റ്റിസ് വിത്ത് അഡിക്വേറ്റ് പ്രൊസീജിയർ സേഫ്ഗാർഡ്സ്. ദെൻ സെക്കൻഡ് ലാസ്റ്റ് ആണ് അഗസ്ത്യമല കേസ്. നമുക്ക് നോക്കാം. എവിക്ഷൻ ഓർഡേഴ്സ് ഇൻ ദ അഗസ്ത്യമല ലാൻഡ്സ്കേപ്പ് ഹാവ് റേസ്ഡ് കൺസേൺസ് ഓവർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ്. എവിക്ഷൻ നടക്കുകയാണ് അഗസ്ത്യമലയിൽ. ആ സമയത്ത് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഫോറസ്റ്റ് റൈറ്റ്. ദ ഇഷ്യൂ കൺസേൺ ദ റൈറ്റ്സ് ഓഫ് ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് കമ്മ്യൂണിറ്റീസ്, പർട്ടിക്കുലർലി എക്കോ സെൻസിറ്റീവ് ഏരിയ. അഗസ്ത്യമല എന്ന് റീജിയൻ കേരള, തമിഴ്നാട്, വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. അവിടെ എവിക്ഷൻ ഇങ്ങനെ അവിടെ ഇടിച്ചിൽ പോലെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് എവിക്ഷൻ എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് വരുമ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, കാട്ടിലുള്ള ആൾക്കാരുടെ അവരുടെ റൈറ്റ്സിൽ ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. അവകാശങ്ങൾ. ഫോറസ്റ്റ് റൈറ്റ് യൂസിൻ 6 പറഞ്ഞിരിക്കുന്നത് ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്
who have been residing in and depending on forest for at least 3 generations prior to, that is 25 years ആണ്, prior to 13 December 2005. അവരെ കൺസിഡർ ചെയ്ത് മാത്രമേ എവിക്ഷൻ ഒക്കെ ചെയ്യാവൂ. ആരൊക്കെയാണ്? ഫോറസ്റ്റ് ഡ്വല്ലേഴ്സും അതർ ട്രഡീഷണൽ ഫോറസ്റ്റേഴ്സ് ഹു ഹാവ് ബീൻ അകത്ത്, ഫോറസ്റ്റിനകത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറെ ആൾക്കാർ കാണാം. അവിടുത്തെ പച്ചക്കറി, അവിടുത്തെ സാധനങ്ങളൊക്കെ വെച്ചും എടുത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാർ, നിത്യജീവനം. So FRA does not require traditional forest dwellers to have occupied the exact land they are claiming continuously for the generation. അവർ പറഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങളുള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എവിക്ഷൻ വരുമ്പോ. എവിക്ഷനിലേക്ക് അവരെ ഒഴിപ്പിക്കണം ആക്ച്വലി. അവിടെ നിന്ന് അവരിങ്ങനെ അഗസ്ത്യം വരെ ഒഴിപ്പിക്കുക, അവരിങ്ങനെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആക്ച്വലി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. It does not permit commercial activities on forest land merely because of FRA rights. കാരണം അവിടെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് പാടില്ല, ഇതൊരു എക്കോ സെൻസിറ്റീവ് സോണും കൂടെയാണ്. So Supreme Court 2019 eviction order concerning claims under the FRA had raised major concerns over possible eviction of forest dwellers who claims have been rejected. കാരണം വെച്ചാൽ 2019 പറഞ്ഞായിരുന്നു, ലൈക്ക് അവിടെ ഒരു മേജർ കൺസേൺ ആയിരുന്നു എവിക്ഷൻ, അവരെ പുറത്താക്കുന്നതിൽ ഭയങ്കര സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ദ കോർട്ട് എന്ത് ചെയ്യുന്ന കുറച്ചും കൂടെ ആ കേസിനെ മോഡിഫൈ ചെയ്തു. ദെൻ ദ പ്രസന്റ് അഗസ്ത്യമല ഇഷ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ലീഗൽ റെക്കഗ്നീഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആൻഡ് ഗ്രൗണ്ട് ലെവൽ ഇംപ്ലിമെന്റ്. കാരണം അവിടെ ഉള്ള ഫോറസ്റ്റ് 75 വർഷമായാലും കുറെ നാളവിടെ ജീവിക്കുന്നവർക്ക് അവരത് പുറത്താക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നായിരുന്നു പറയുന്നുണ്ടെന്ന്. സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ 21 റൈറ്റ് ടു ലൈഫ് വരുന്നുണ്ട്, 5th ഷെഡ്യൂൾ വരുന്നുണ്ട്, FRA ആക്ട് വരുന്നുണ്ട്, ഗ്രാമസഭ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി, ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കോൺസ്റ്റിറ്റ്യൂഷണൽ പെർസ്പെക്റ്റീവ്. സോ ചാലഞ്ചസ് എന്താണ്? കൺസർവേഷൻ വിസസ് കമ്മ്യൂണിറ്റി റൈറ്റ്സ്. Protected area conservation can sometimes conflict with what? Livelihood and habitation of rights of indigenous or forest development dependent community. കാരണം പ്രകൃതി കാട് സംരക്ഷിക്കണം, എന്നാൽ കാട് ജീവിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് കാട് സംരക്ഷിക്കുക, അവരെ സേവ് ചെയ്യുക, എല്ലാം കൂടെ കുറച്ച് കോൺഫ്ലിക്റ്റ് വരും അല്ലെ, ചിലപ്പോൾ അവിടെ നിന്ന് പോവില്ല. Then delays or rejections in recognizing FRA claims can result in displacement and loss of traditional livelihoods. കാരണം അവർക്ക് അവിടെ നിന്ന് FRA പറഞ്ഞാലും അങ്ങനെ ആക്ട് പ്രകാരം അവിടെ പറ്റില്ല, അവർക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. വീക്ക് കോർഡിനേഷൻ ആണ് ഡിപ്പാർട്ട്മെന്റും ട്രൈബലും ആയിട്ടുള്ള ഒരു ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും. കാരണം അവരവിടെ ഉപജീവന മാർഗം ഉള്ള ആൾക്കാർ അവിടെ അവർ ജീവിക്കുന്നു, വർഷങ്ങളായിട്ട് അവിടെ പോകാൻ പറഞ്ഞവര് പോവില്ല. അതാണ് അവിടുത്തെ way forward. No eviction without proper FRA claim verification. FRA പറഞ്ഞ ക്ലെയിം ആ ഒരു വെരിഫിക്കേഷൻ ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ അവിടെ നിന്ന് എവിക്ട് ചെയ്യാൻ പറ്റില്ല. ഗ്രാമസഭ സ്ട്രെങ്തൻ ചെയ്യുക, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, കൺസർവേഷൻ വേണം, ആൻഡ് ലാൻഡ്സ്കേപ്പ് ലെവൽ കൺസർവേഷനും വേണം. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ആ ഒരു ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിന്റെ FRA, നിങ്ങളെ FRA ആക്ട് ഇല്ലേ, ഫോറസ്റ്റ് റൈറ്റ്സിന്റെ ആക്ട് നല്ല വൃത്തിയായി പഠിച്ചു വെക്കുക, ആൻസേഴ്സ് മതി, വേറെ ഒന്നുമില്ല. നമുക്കിത് കുറച്ച് വളരെ ചെറിയ വാർത്തകളേ ഉള്ളൂ നമുക്കിന്ന്. And the last one, UPA and the cost of policy reversal. The government has proposed allowing MDR, merchant discount rate of 0.25 to 0.5% on UPA transactions above 2000. ഇപ്പൊ നമ്മൾ ഡിജിറ്റലി എല്ലാം ഇപ്പൊ ഡിജിറ്റൽ പേയ്മെന്റ്സ് ആണ്. നമ്മൾ QR കോഡ് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ എന്ത് പറയുന്നു, നമ്മൾ കുറച്ച് ടാക്സും കൂടെ കൊടുക്കണമെന്ന്. മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് മർച്ചന്റ്സ് ഡിജിറ്റൽ പേയ്മെന്റ്സ് വരുമ്പോഴത്തേക്ക് ഒരു ശതമാനം ടാക്സ് കൊടുക്കുന്നതാണത്. ദിസ് വുഡ് റെപ്രസെന്റ് എ ഷിഫ്റ്റ് ഫ്രം സീറോ MDR പോളിസി ദാറ്റ് ഹാസ് ബീൻ പ്ലേസ്ഡ് ഫോർ UPI. MDR ഇത് എന്താന്ന് പഠിക്കുക, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, വെരി ഇത് പ്രിലിംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് കേട്ടോ. ഞാനാണ് ഈ ക്വസ്റ്റ്യൻ എഴുതുന്നത്. What is MDR? Fee paid by a merchant to a payment service providers or banks for processing a digital transaction. നമ്മൾ GPay വഴി ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഒരു മാർക്കറ്റിൽ പോയിട്ട് GPay വഴി ചെയ്യുമ്പോഴത്തേക്ക് ആ മർച്ചന്റ് എന്ത് ചെയ്യണം, ആ സർവീസ് പ്രൊവൈഡറിന് എന്ത് കൊടുക്കണം, ഒരു ചെറിയൊരു എമൗണ്ട് ഫീ പോലെ കൊടുക്കണം. അതാണ് എന്ത് MDR. കറന്റ് ഇഷ്യൂ എന്താണ്? UPI ട്രാൻസാക്ഷൻ ലാർജ്ലി ഓപ്പറേറ്റ് അണ്ടർ വാട്ട്? 0 ചാർജസ് ഒന്നുമില്ല, with compensation to ecosystems.
participants coming through government incentives and other mechanisms. Proposed MDR aims generate revenue for the UPI ecosystem, improving incentives for banks and fintech companies, support continued investment in payment infrastructure. So MDR ശരിക്കും പറഞ്ഞാൽ പ്രപ്പോസ്ഡ് MDR എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് ലൈക്ക് നമുക്കൊരു യു പി എക്കോസിസ്റ്റത്തിൽ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ അതുപോലെ ബാങ്കിന്റെ ഫിൻടെക് കമ്പനീസിന്റെ ഇൻസെന്റീവ്സ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്കൊരു പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് അത് പ്രാവർത്തികമായി ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇന്ന് പറയുന്നത് വെച്ചാൽ ഒപ്പോസിഷൻ പാർട്ടിയൊക്കെ അതിനെ എതിർത്ത് നിൽക്കുന്നുണ്ട്. ആ ഒരു ബില്ലിന് സക്സസ്ഫുൾ ആവാൻ ബുദ്ധിമുട്ടായിരിക്കാം. Why is UPI important? Financial inclusion enables low-cost digital payments even for small merchants. കാരണം ചെറിയ മർച്ചൻസിന് പോലും ഈ ഒരു ലോ കോസ്റ്റ് ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വരാം. കാരണം എല്ലാവർക്കും കുറച്ച് പൈസ ഒക്കെ ചെറുതായിട്ട് കിട്ടുമല്ലോ. Formalization, digital transaction records can bring what economic activity to the formalize എല്ലാവർക്കും ഒരേപോലെ രീതിയിൽ ഫോർമലൈസേഷൻ കൊണ്ടുവരും. ലൈക്ക് ആ ഒരു ഫോർമൽ ഫിനാൻസ് സിസ്റ്റം കുറച്ചും കൂടി ഫോർമലൈസ്ഡ് ആകും. മീനിങ് എന്താണ്? കുറച്ചും കൂടി നല്ല രീതിയിൽ പക്ക അടുക്കും ചിട്ടയെന്ന രീതിയിൽ വരാം. പിന്നെ ഒരു ഔദ്യോഗികമായിട്ട് ഒഫീഷ്യൽ രീതിയിൽ ഡിജിറ്റൽ അഡോപ്ഷൻ ഹാസ് സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ്ഡ് ഡിപെൻഡൻസ് ഓൺ ക്യാഷിൽ കുറയും എല്ലാവരും. സോ ഇന്റർ ഓപ്പറബിലിറ്റി allows customers to make payments across banks and payment എവിടെ നിന്നാണ് അവർക്ക് എന്ത് ചെയ്യാൻ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. കൺസേൺസ് വിത്ത് MDR എന്താണ്? ഹയർ ട്രാൻസാക്ഷൻ കോസ്റ്റ് മേ ഡിസ്കറേജ് മെർച്ചന്റ്സ് ഫ്രം അക്സെപ്റ്റിംഗ് UPI അല്ലെ. UPI എന്താണ്? കുറച്ചും കൂടി അവർക്ക് എന്താണ് ഹയർ ട്രാൻസാക്ഷൻ കോസ്റ്റ് വരും. സ്മോൾ ബിസിനസ് മേ ഷിഫ്റ്റ് ടുവേർഡ്സ് ക്യാഷ് ഓർ ഓൾട്ടർനേറ്റീവ് പേയ്മെന്റ് മെത്തേഡിലേക്ക് പോകും. കാരണം MDR വരുമ്പോഴത്തേക്ക് ചെറിയ ബിസിനസ് ആൾക്കാർ എന്ത് ചെയ്യും? അവര് ക്യാഷിലേക്ക് സ്വിച്ച് ആകും. അങ്ങനെ അവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ടാക്സ് കുഡ് വീക്കൻ UPI റോൾ കുറച്ചുകൂടി കുറയ്ക്കും. ആൾക്കാർ വീണ്ടും ക്യാഷിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണ്? തിരിച്ചടിക്കാം. സീറോ MDR ആവുമ്പോ ഗ്രേറ്റർ അഡോപ്ഷൻ പ്ലസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. MDR വന്ന ഗ്രേറ്റർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബട്ട് പ്ലസ് ഇൻസെന്റീവ്സ് ഫോർ എക്കോസിസ്റ്റം. ബട്ട് പോളിസി ഡിസൈൻ മസ്റ്റ് ബാലൻസ് എന്താണ്? നമ്മൾ അഫോർഡബിലിറ്റി നോക്കണം, ഇന്നോവേഷൻ നോക്കണം, ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി എല്ലാം നോക്കി നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ പൈസ കൊടുക്കേണ്ടി വരുമ്പോൾ മെർച്ചൻസ് എന്ത് ചെയ്യും? അവർ ക്യാഷിലേക്ക് പോവാൻ നോക്കും. മനസ്സിലായില്ലേ? അപ്പൊ നഷ്ടമാണെന്ന് തോന്നുന്നു അവർക്കത്. Way forward, prefer a targeted and calibrated MDR rather than a blanket fee. ഒരു ചെറിയ രീതിയിലുള്ള രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കുക. MDR എങ്ങനെ ഉദ്ദേശിക്കുന്നു പറഞ്ഞാല് MGR അല്ല കേട്ടോ, MDR. പ്രൊട്ടക്ട് സ്മോൾ മർച്ചന്റ്സ് ആൻഡ് ലോ വാല്യൂ ട്രാൻസാക്ഷൻ ഫ്രം അഡീഷണൽ കോസ്റ്റ്. അവരെ കുറച്ചും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം അല്ലെ. ചെറിയ രീതിയിൽ ചെറിയ ചായക്കടയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ പോലെ ആൾക്കാർക്ക് അവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. സപ്പോസ് അങ്ങനെയാണെങ്കിൽ അവരെ കൺസിഡർ ചെയ്യാം. കൺസിഡർ ഡിഫറൻഷ്യൽ പ്രൈസിംഗ് ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷൻ വാല്യൂ ആൻഡ് മെർച്ചന്റ് സൈസ്. Maintain government support for the UPI ecosystem where necessary. Ensure transparency. ആർക്കാണോ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരണം? Who ultimately bears the cost? ആ രീതിയിൽ അത് കാരണം ആർക്കാണ് ഏറ്റവും കൂടുതൽ ഒരു കോസ്റ്റ് ബെയർ ചെയ്യാൻ വരേണ്ടത്, ആരിലേക്ക് എത്തുന്നത്, അതൊന്നും കൺസിഡർ ചെയ്യുക. That's it. This is the question for today. വളരെ ചെറിയ ന്യൂസാണ്, വലിയ ബുദ്ധിമുട്ടുള്ള ന്യൂസ് അല്ല, ചെറിയ ന്യൂസാണ്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് തന്നെ ഇത് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ എഴുതുക, മെയിലിലേക്ക് അയക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് അടുത്ത ന്യൂസായിട്ട് വീണ്ടും, ന്യൂസ് അല്ല അടുത്ത വാർത്തകളായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. So till then, bye. Thank you. Be happy and be positive. Bye.